വെൽക്കം ടു ഇമ്പൾ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോൾവെൻസ് ആണ്. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. സോ ബേസിക്കലി എന്താണ് സോൾവെന്റ്? സോ എല്ലാ ടൈട്രേഷൻ പെർഫോം ചെയ്യുമ്പോഴും അവിടെ ഒരു അക്വസ് മീഡിയം ഉപയോഗിക്കാറുണ്ട്. സോ അക്വസ് മീഡിയം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം എന്താ വരിക? വെള്ളം. വാട്ടർ ഇസ് എ സോൾവെന്റ്. സോ നമ്മൾ എല്ലാ കേസിലും വെള്ളം ഉപയോഗിക്കണം എന്നില്ല. അത് നമ്മൾ പൈപ്പിൽ നിന്നായാലും ടാങ്കിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ കിണറ്റിൽ നിന്നായാലും നമുക്ക് വെള്ളം എടുത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ചില സിനാരിയോസ് ഉണ്ട്. അതായത് ചില സാധനങ്ങൾ നമ്മളെ വെള്ളത്തിൽ ഇൻസോലബിൾ ആയിരിക്കും, വെള്ളത്തിൽ നിന്നിട്ട് അലിയില്ല അല്ലെങ്കിൽ കലരത്തില്ല. അപ്പം അങ്ങനെ ഒരു കേസുണ്ട്. ഇനി അത് മാത്രമല്ല, ചില സാധനങ്ങൾ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. ചില സാധനങ്ങൾ വീക്ക് ആസിഡോ അല്ലെങ്കിൽ വെരി വീക്ക് ബേസുമായിട്ടോ ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ആസിഡോ വീക്ക് ബേസോ നമുക്ക് ഒരിക്കലും വെള്ളം വെച്ച് ടൈട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ വെള്ളം ആംഫോട്ടറിക് ബിഹേവിയർ ആണ്. ഒരേ സമയത്ത് ആസിഡും ഒരേ സമയത്ത് ബേസ് ആയിട്ടും ഇരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വെള്ളത്തിനുണ്ട്. നമ്മളത് പറഞ്ഞ കാര്യമാണ്. സോ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രോട്ടോൺ ഡൊണേഷനും പ്രോട്ടോൺ അക്സെപ്റ്റൻസിനെയും ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി പ്രോട്ടോൺ അക്സെപ്റ്റൻസും അല്ലെങ്കിൽ ഈ ഒരു ഡൊണേഷനും ഒക്കെ എപ്പോഴും തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിനെ റിപ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ സമയം നമ്മൾ റിപ്ലേസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നോൺ അക്വസ് ടൈട്രന്റ് എന്ന് പറയാം. നോൺ അക്വസ് ടൈട്രന്റ്, ദാറ്റ് മീൻസ് വെള്ളത്തിനെ റിപ്ലേസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അക്വസിനെ നമ്മൾ പകരം റിപ്ലേസ് ചെയ്യുന്നതാണ് നോൺ അക്വസ് ടൈട്രേഷൻ. സോ റീസൺ ഓഫ് നോൺ അക്വസ് ടൈട്രേഷൻ ആണ് ഈ മേലെ പറഞ്ഞ റീസൺ. ഫസ്റ്റ് വൺ ഇസ് ഇൻസോലബിൾ ഇൻ വാട്ടർ, രണ്ട് റിയാക്ടിവിറ്റി വിത്ത് വാട്ടർ. സോ ചില സമയത്തൊക്കെ കെമിക്കൽ സ്ട്രക്ചറിനെയൊക്കെ ബാധിച്ചേക്കാം, അല്ലെങ്കിൽ കമ്പോസിഷനൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ടൈപ്പ് ഓഫ് സോൾവെന്റ്സ് ഫോർ നോൺ അക്വസ് ടൈട്രേഷൻ ഉണ്ട്. പ്രോട്ടോജെനിക് സോൾവെന്റ്, അതായത് like acid solvent that enhance the basicity of weak base. എക്സാമ്പിൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആണ്. സോ ഇത് ക്ലാസിഫിക്കേഷൻ കേട്ടോ, ഇതിൽ പഠിച്ചു പോകണം. സോ നമ്മൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, ഗ്ലേഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് അൺഹൈഡ്രസ് അസറ്റിക് ആസിഡ് നമ്മൾ ഗ്ലേഷ്യൽ എന്ന് ഉദ്ദേശിക്കുക കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കും. സോ ഇറ്റ് സോൾഡിഫൈഡ് 16.7 ഡിഗ്രി സെൽഷ്യസ്. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രോട്ടോഫിലിക് സോൾവെന്റ് ആണ്. ബേസിക് സോൾവെന്റ് ദാറ്റ് എൻഹാൻസ് ദ ആസിഡിസിറ്റി ഓഫ് ദി വീക്ക് ആസിഡ്. സോ വീക്ക് ആസിഡിന്റെ അസിഡിറ്റി കൂട്ടുന്നതാണ്. ബേസിക് സോൾവെന്റ്സ് ആണ്. സോ ബേസിക്കലി വീക്ക് ആസിഡിന്റെ അസിഡിറ്റി കൂട്ടുകയാണ് ചെയ്യുക. പ്രോട്ടോഫിലിക്, പ്രോട്ടോ. സോ എക്സാമ്പിൾ പിരിഡിനൊക്കെയാണ്. നെക്സ്റ്റ് ആംഫോട്ടറിക് സോൾവെന്റ്സ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ ഒരേ സമയത്ത് ബേസും ആസിഡുമായിട്ടിരിക്കുകയാണ് ചെയ്യുക. സോ അക്സെപ്റ്റ് ഓർ ഡൊണേറ്റ് ഡോണേഴ്സ് ആണ്. സോ പ്രോട്ടോൺസ് ആണ്. സോ ആൽക്കഹോൾ, എത്തനോൾ ആണ്. സോ നെക്സ്റ്റ് അപ്രോട്ടിക് സോൾവെന്റ്സ് ആണ്. ഈ സോൾവെന്റ് ഒന്നെങ്കിൽ പ്രോട്ടോൺസിന് എടുക്കുക, ഇല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാതിരിക്കുക. എടുക്കുകയില്ല എന്നാൽ കൊടുക്കുകയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. സോ കോമൺലി യൂസ്ഡ് ആസ് എൻ ഡ്രഗ് ദാറ്റ് ഇൻസോലബിൾ ഇൻ വാട്ടർ. സോ വെള്ളത്തിൽ ലയിക്കാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ബെൻസീൻ ആൻഡ് CTC ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ എളുപ്പമാണ്, ക്ലാസിഫിക്കേഷൻ എളുപ്പമാണ്, നമുക്കത് പഠിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സോൾവെന്റ് എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് സോലബിലിറ്റി ഓഫ് ഡ്രഗ്. എപ്പോഴും നമ്മൾ സോലബിലിറ്റി നോക്കിയിട്ട് ചെയ്യുള്ളൂ. അതായത് പാർഷ്യലി മിസിബിൾ ആണോ ഫുള്ളി മിസിബിൾ ആണോ നമ്മൾ നോക്കും. കാര്യം ഫുള്ളി നമുക്ക് മിസിബിൾ ആയിരിക്കണം, നിർബന്ധമായിട്ട് നമുക്ക് മിസിബിൾ ആവണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. നേച്ചർ ഓഫ് ദ ഡ്രഗ്, ചില സമയത്ത് ഓൾറെഡി പറഞ്ഞതുപോലെ വീക്ക് ആസിഡ് വീക്ക് ബേസ് ഒക്കെ ആണോ നമ്മൾ നോക്കും, കാരണം അത് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് അൺറിയാക്ടിവിറ്റി, നിർബന്ധമായും സോൾവെന്റുമായി ഒരു റിയാക്ഷനും എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാനായിട്ട് പാടില്ല എന്നുള്ളതും വളരെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ എപ്പോഴും ഒരു സോൾവെന്റ് എങ്ങനെയാണ്, ഏത് രീതിയിൽ നമ്മൾ എടുക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. സോ എക്സാമ്പിൾ ഓഫ് നോൺ അക്വസ് സോൾവെന്റ്, നമ്മൾ അക്വസ് പഠിച്ചു. സോ ഓൾറെഡി ഇവിടെ പഠിച്ചല്ല, ടൈപ്പ് ഓഫ് യൂസ്ഡ് സോൾവെന്റ്സ് ഇൻ ദി നോൺ അക്വസ് പഠിച്ചു. ആൻഡ് എന്താണ് അക്വസ് എന്നും പഠിച്ചു. അക്വസ് നമുക്ക് ഓൾറെഡി അറിയാം, ഒറ്റെണ്ണം വാട്ടർ. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ അക്വസ് പഠിച്ചു, അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കി. അതിനുശേഷം സോൾവെന്റ് എങ്ങനെ എടുക്കണം എന്ന് പഠിച്ചു. ഇനി എക്സാമ്പിൾസ് ആണ്. സോ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്, നമ്മൾ എന്താ പറഞ്ഞത്? സോൾസോ ഗ്ലേഷ്യൽ എഥനോയിക് ആസിഡ്. സോ ഗ്ലേഷ്യൽ മീൻസ് അൺഹൈഡ്രസ്, commonly used non-aqueous solvent ആണ്. So before use the water content should be checked with must be 0.1 to 1%. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അക്വസ് ആയ വെള്ളത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ നോൺ അക്വസ് എടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡിലൊക്കെ ഒരു ചെറിയ എമൗണ്ടിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയണം. ദാറ്റ് ഷുഡ് ബി ഇൻ എ ലിമിറ്റ് ഓഫ് 0.1 to 1.0 ഒക്കെ അകത്തായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് അസറ്റോനൈട്രൈൽ ആണ്, CH3CN. സോ നമ്മൾ ക്ലോറോഫോം, അസറ്റിക് ആസിഡ് ഒക്കെ പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് എന്ത്? അസറ്റോനൈട്രൽ CH3CN എന്ന് പറയുന്നത് കേട്ടോ. സോ എനേബിൾ ഷാർപ്പ് എൻഡ് പോയിന്റ് ഡ്യൂറിങ് ടൈട്രേഷൻ ഓഫ് മെറ്റൽ
എൻഡേറ്റ് വിത്ത് പെറോക്സിക് ആസിഡ്. സോ ബേസിക്കലി ഇതൊരു ഷാർപ്പ് എൻഡ് പോയിന്റ്, നമുക്ക് കറക്റ്റ് പ്രോപ്പർ എൻഡ് പോയിന്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ മെറ്റൽ എത്തനോയേറ്റോ അല്ലെങ്കിൽ പെർക്കോലിക് ആസിഡൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പെർക്കോലിക് ആസിഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ആൽക്കഹോൾസ് ആണ്. സോ ഓൾറെഡി മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, ഈഥൽ ഗ്ലിസറോൾസ് ഒക്കെയാണ്. സോ പോളാർ ആൻഡ് നോൺ പോളാർ റിയാക്ടൻസ് ആണ്. മസ്റ്റ് ബി ഫ്രീ ഫ്രം വാട്ടർ കണ്ടന്റ്. സോ ഇവിടെ വാട്ടർ ഉണ്ടാവാനായിട്ട് പാടില്ല. സോ നമ്മൾ ആൽക്കഹോൾ ഏത് കാറ്റഗറിയിലാണ് പഠിച്ചത്? നമ്മൾ ആംഫോട്രിക് സോൾവൻസിന് അണ്ടറിലാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് ലെവലിംഗ് എഫക്ട്. എന്താണ് ലെവലിംഗ് എഫക്ട്? സോ ലെവലിംഗ് എഫക്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സോൾവെന്റ് ടു എൻഹാൻസ് ദ സ്ട്രെങ്ത് ഓഫ് വീക്ക് ആസിഡ് ഓർ ബേസ്. സോ വീക്ക് ആസിഡോ ബേസോ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസും പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് സ്ട്രെങ്ത് തന്നെ കേട്ടോ, അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയുക? ലെവലിംഗ് എഫക്ട് എന്ന് പറയുക. സോ ബേസിക് സോൾവെന്റ് ആണെങ്കിൽ വീക്ക് ആസിഡ് ബിക്കം സ്ട്രോങ്ങർ, വീക്ക് ആസിഡ് ആണെങ്കിൽ സ്ട്രോങ്ങർ ആകുന്നു ആസ് ദ സോൾവെന്റ് റെഡിലി അക്സെപ്റ്റ് പ്രോട്ടോൺ ഫ്രം ദി ആസിഡ്. സോ ഇവിടെ പ്രോട്ടോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നു. വീക്ക് ആസിഡ് ആണെങ്കിൽ സ്ട്രോങ് ആവും. അങ്ങനെയാണെങ്കിൽ വീക്ക് ബേസ് ആണെങ്കിലോ സ്ട്രോങ് ആവും. എങ്ങനെ? പ്രോട്ടോൺസിന് ഡൊണേറ്റ് ചെയ്തുകൊണ്ട്. ആസിഡ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ച ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അത് വെച്ച് നമുക്ക് കൊണ്ടുപോകാന്നുള്ളത് മാത്രം. എക്സാമ്പിൾ ഉണ്ട്, അസിറ്റിക് ആസിഡ് ബിഹേവ് ആസ് എ സ്ട്രോങ് ആസിഡ്. സോ അസിറ്റിക് ആസിഡ് ആൻഡ് ബേസിക് സോൾവെന്റിൽ സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. അതിന് കാരണം ലെവലിംഗ് എഫക്റ്റ് ആണ്. അപ്പം മേ ബി ചോദിക്കാം, എക്സാമ്പിൾ ഫോർ എ ലെവലിംഗ് എഫക്റ്റ് എന്താണ്? അസിറ്റിക് ആസിഡ് ബിഹേവ് ആസ് എ സ്ട്രോങ് ആസിഡ്. എവിടെ? ഇൻ ബേസിക് സോൾവെന്റ്. സോ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമല്ലേ? അപ്പം ഇൻഅപ്രോപ്രിയേറ്റ് സോൾവെന്റ് ആണ് നമ്മളില്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഡിസോൾവിംഗ് പ്രോപ്പർട്ടി ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമാണ്. അതുമാത്രമല്ല ടൈട്രേഷൻ ലൈക്ക് ആസിഡ് ബേസ് റിയാക്ഷനിലൊക്കെ നോൺ അക്വസ് കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എൻ്റെ ടൈട്രേഷനൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോഴും നമുക്ക് ആവശ്യം വരും എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ ലെവലിംഗ് എഫക്ട്. സോ ലെവലിംഗ് എഫക്റ്റിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ദ ലെവലിംഗ് എഫക്ട് occurs when strong acid or base dissociate completely in solvent. സോ ലെവലിംഗ് എഫക്റ്റ് എപ്പോഴുണ്ടാവുന്നത്? സ്ട്രോങ് ആസിഡോ അല്ലെങ്കിൽ ബേസോ കംപ്ലീറ്റ്ലി സോൾവെന്റിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണ്. സോ മേക്കിംഗ് ദം അപ്പിയർ ഈക്വലി സ്ട്രോങ്. സോ അതുകൊണ്ട് വീണ്ടും സ്ട്രോങ് ആക്കി നിർത്തുകയാണ് ചെയ്യുക. ഇനി ബേസിക് സോൾവെന്റ് വീക്ക് ആസിഡ് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ആക്ടിങ് ആസ് എ സ്ട്രോങ് ആസിഡ്. ഇൻ ബേസിക് സോൾവെന്റിലാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ബേസിക് സോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ വീക്ക് ആസിഡ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആസിഡായിട്ട് നിൽക്കും. അതായത് ഈ വീക്ക് ആയിട്ടുള്ള ആസിഡ് സ്ട്രോങ് ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുക. സിമിലർലി ആസിഡ് സോൾവെന്റ് ആണെങ്കിലോ വീക്ക് ബേസ് ഡിസോസിയേറ്റ് ഫുള്ളി ചെയ്തതിനു ശേഷം സ്ട്രോങ് ബേസ് ആവുന്നു. അപ്പം വീക്ക് ആസിഡ് ആണെങ്കിൽ അത് സ്ട്രോങ് ആസിഡ് ആവുകയും വീക്ക് ബേസ് ആണെങ്കിൽ അത് സ്ട്രോങ് ബേസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ലെവലിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്ത് എപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റും. അത് കൂടി നിൽക്കുവാണ് എന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇനി വെള്ളത്തിലാണ് എന്നുണ്ടെങ്കിൽ ഓൾ സ്ട്രോങ് ആസിഡ് ലൈക്ക് HCl, HNO3, H2SO4 ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ആക്ടിങ് ആസ് എ ഈക്വലി സ്ട്രോങ് ആസിഡ്. സോ HClഉം HNO3യും H2SO4ഉം കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് സ്ട്രോങ് ആസിഡായിട്ട് വെക്കുന്നു. ഇത് അമോണിയ ബേസിക് സോൾവെന്റ് കൊടുത്തിട്ടുണ്ട്. വീക്ക് ആസിഡ് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ആക്ട് ആസ് സ്ട്രോങ് ആസിഡ്. സോ എളുപ്പമാണ്, ഒന്നുമില്ല. ലെവലിംഗ് എഫക്റ്റ് എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇക്വേഷൻസ് നോക്കി വെക്കുക, നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ ഇമ്പോർട്ടൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ലെവലിംഗ് എഫക്ട് എന്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ഏതൊക്കെ രീതി ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് അറിയാം. സോ വീക്ക് ആസിഡും വീക്ക് ബേസും സ്ട്രോങ് ആസിഡായിട്ടും അതിൻ്റെ രീതിയിൽ ലെവലിംഗ് എഫക്ട് കൊടുത്ത് നമുക്ക് സ്ട്രോങ് ആക്കി നിർത്താൻ പറ്റും. പിന്നെ മോയ്സ്ചർ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം നോൺ അക്വസ് ടൈട്രേഷൻ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ എൻഡ് പോയിന്റിൽ മാറ്റം ഉണ്ടാവും. ഒന്നും കൂടെ പറയാം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മോയ്സ്ചർ അവോയ്ഡ് ചെയ്യണം, കാരണം വാട്ടറിൻ്റെ പ്രസൻസ്. ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഡിഫറൻസ് നമ്മൾ പറയാൻ പോകുന്ന ഡിഫറൻഷിയേറ്റിംഗ് സോൾവൻസ് ആണ്. എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ്? സോ ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് അലോ ആസിഡ് ഓർ ബേസ് ടു റിട്ടേൺ ദ റിലേറ്റീവ് സ്ട്രെങ്ത്. സോ ആസിഡിന്റെയോ ബേസിന്റെയോ റിലേറ്റീവ് സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോൾവെന്റ്സിനാണ് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് എന്ന് പറയുക. സോ ലെവലിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ലെവലിംഗ് സോൾവെന്റ് പോലെ അല്ല. ദോസ് സോൾവെന്റ് പ്രിവെന്റ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ. പൂർണ്ണമായും ഡിസോസിയേഷൻ നടക്കാൻ സമ്മതിക്കില്ല. ലെവലിംഗ് എഫക്റ്റിൽ എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നു, അതിനുശേഷമാണ് അത് ആക്ട് ചെയ്യുക. പക്ഷേ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ സ്ട്രെങ്ത് ഓഫ് വേരിയസ് ആസിഡ് ഓർ ബേസ്. സോ ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആസിഡ് ലൈക്ക് HCl, HBr, HA ഒക്കെ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഈക്വലി അത് സ്ട്രോങ് ആയിട്ട് കാണിക്കും. എന്നാൽ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡിലാണെങ്കിലോ HI, HBr, HCl
സോ അതായത് വീക്കസ്റ്റ് പാർട്ട്, അതായത് സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ്, അതായത് ഇവിടെ ഇത് സ്ട്രോങ് ആണ്, HI സ്ട്രോങ് ആണ്, HBr കുറവാണ്, അങ്ങനെ HCl അങ്ങനെ കുറഞ്ഞാണ് വരിക. ഇതിനാണ് നമ്മൾ എന്താ പറയുക ഡിഫറൻഷ്യൽ എഫക്റ്റ് എന്ന് പറയുക. ഇങ്ങനെ കുറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറി വരിക. ഇതാണ് നമ്മൾ എന്താ പറയുക ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് എന്ന് പറയുക. മറ്റേത് അങ്ങനെയല്ല, കുറഞ്ഞ് ഫുൾ ഡിസോസിയേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ആദ്യം ഒന്നുണ്ടാവും, അത് ഫുള്ളി കുറഞ്ഞ ശേഷം അടുത്തത് വരും, അവിടെ കുറഞ്ഞ ശേഷം അടുത്തത് വരും, അങ്ങനെ കുറഞ്ഞു വരും. മറ്റേത് കംപ്ലീറ്റ്ലി തീർന്നതിന് ശേഷമാണ് ലെവലിംഗ് എഫക്റ്റ് ആക്ട് ചെയ്യുക. ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് ടൈപ്പ് ഓഫ് നോൺ അക്വസ് ടൈട്രേഷൻ ആണ്. അസിഡിമെട്രി ഉണ്ട്. സോ അസിഡിമെട്രി എന്താണ്? ക്വാണ്ടിറ്റി ഡിറ്റർമിനേഷൻ ഓഫ് വീക്ക് ബേസ് യൂസിങ് ആസിഡിക് സോൾവെന്റ് ആണ്. സോ എക്സാമ്പിൾ ഉണ്ട് എഫെഡ്രിൻ, അഡ്രിനലിൻ, കഫീൻ, അസൈക്ലോവർ ആണ്. സോ നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ, അത് ഭയങ്കര എളുപ്പമാണ്. സോ സോൾവെന്റ് പ്രോട്ടോജനിക് സോൾവെന്റിലെ ഗ്ലീസിലാസ്റ്റിക് ആസിഡ് ആണ്. ടൈട്രന്റ് പെർക്ലോറൈഡ് ആസിഡ് ആണ്. ഇൻഡിക്കേറ്റർ ക്രിസ്റ്റൽ വയലറ്റ് ആണ്. കളർ ചേഞ്ച് വയലറ്റ് ടു യെല്ലോയിഷ് ഗ്രീൻ ആണ്. നമ്മൾ 2 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അപ്പോൾ നമ്മളത് പഠിക്കും. സോ അസിഡിമെട്രി ആണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഞാൻ ക്വാളിറ്റേറ്റീവ് ആണ് പറഞ്ഞു എന്ന് തോന്നുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആണ് കേട്ടോ. അസിഡിമെട്രിയും അൽക്കിലോമെട്രിയും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. സോ ഇവിടെ നമ്മൾ എന്താണ് വീക്ക് ബേസ് യൂസിങ് ആസിഡ് സോൾവെന്റ് ആണ് യൂസ് ചെയ്യുക. വീക്ക് ബേസ് യൂസിങ് ആസിഡ് സോൾവെന്റ്. സോ സാമ്പിൾ ആണെങ്കിൽ എഫെഡ്രിൻ, അഡ്രിനൽ, കഫീൻ, അസൈക്ലോവർ. സോ ഇതൊക്കെ ഡ്രഗ്സ് ആണ് കേട്ടോ. സോൾവെന്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡ് ആണ്. സോ ടൈട്രന്റ് പെർക്ലോറിക് ആസിഡ് ആണ്. ആൻഡ് ഇൻഡിക്കേറ്റർ ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ആൻഡ് വയലറ്റ് ടു യെല്ലോയിഷ് ഗ്രീൻ ആണ് ലാസ്റ്റ് കളർ കിട്ടുക. ഇനി ആൽക്കലിമെട്രി ആണെങ്കിൽ അതും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വീക്ക് ആസിഡ് യൂസിങ് ബേസിക് സോൾവെന്റ്. സോ നൾഡിക് ആസിഡ്, ഫ്ലൂറോ യുറാസിൽ, ഇതും ഡ്രഗ് ആണ്. സോ പ്രോട്ടോഫിലിക് സോൾവെന്റ് ലൈക്ക് DMF ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ടൈട്രന്റ് സോഡിയം മെത്തോക്സൈഡ് ആണ്. ഇൻഡിക്കേറ്റർ തൈമോൾ ബ്ലൂ ആണ്. പിങ്ക് ടു ബ്ലൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക കളർ. സോ ഇത് രണ്ടും പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ നോൺ അക്വസ് ടൈട്രേഷൻ്റെ കോമൺലി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അസിഡിക് സൊല്യൂഷൻ്റെ കളർ, ആൽക്കലൈൻ സൊല്യൂഷൻ്റെ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്ന ഒക്കെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഉപയോഗം വരും കേട്ടോ. സോ ഡീറ്റെയിൽഡ് പ്രോപ്പർട്ടീസ്. സോ ക്രിസ്റ്റൽ വയലറ്റ് നോക്കുവാണെങ്കിൽ കളർ ചേഞ്ച് വരുന്നത് വയലറ്റ്, ബ്ലൂവ്, ഗ്രീനിഷ് യെല്ലോ, ഈ രീതിയിലാണ് വരിക. സോ 0.5% വോളിയം ഇൻ ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡ്. സോ യൂസ്ഡ് ഫോർ ടൈട്രേഷൻ ഇൻവോൾവ് ബേസ് ലൈക്ക് പിരിഡിൻ ആൻഡ് പെർക്ലോറിക് ആസിഡ്. സോ പിരിഡിനും പെർക്ലോറിക്കിലും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ക്രിസ്റ്റൽ വയലറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. സോ അതേപോലെ മീതൽ കളർ ആണെങ്കിൽ യെല്ലോ, റെഡ്, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക, നിങ്ങൾക്ക് ഏതാണോ പറ്റിയത് പഠിക്കുക. ബിക്കോസ് രണ്ടായാലും ഒന്ന് എളുപ്പം തന്നെയാണ് കേട്ടോ. ഇത് അസിഡിമെട്രിക് ഇൻഡിക്കേറ്റേഴ്സും സ്പെസിഫിക് കോമ്പൗണ്ട്സും ആണ്. ഏതൊക്കെയാണ് നമ്മളിവിടെ കൂടുതൽ ക്രിസ്റ്റൽ വയലറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടാവുക. സ്പെസിഫിക് കോമ്പൗണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പെട്ടെന്ന് 2-3 കോമ്പൗണ്ട്സ് പഠിച്ച് നന്നായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന പഠിക്കാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു പോർഷനൊക്കെ ജസ്റ്റ് നമുക്ക് എക്സ്ട്രാ ടോപ്പിക്കാണ്, നമ്മുടെ സിലബസുമായിട്ട് അത്ര ബന്ധമില്ല. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉപയോഗം വരും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ബെൻസോയിഡ്. ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങാൻ പോകുന്നത്. So this assay of sodium benzoate is based on non-aqueous acid-based titration. So non-aqueous acid ആണ്, ഇപ്പോൾ വെള്ളം ഇല്ല അല്ലേ. സോ വേർ പെർക്ലോറൈഡ് ആസിഡ് ആക്ട്സ് എ ടൈട്രൻ ഇൻ ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡ് മീഡിയം. ഇവിടെ നമ്മൾ പെർക്ലോറിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത് ഗ്ലേഷ്യലാസ്റ്റിക് മീഡിയം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോളം പഠിക്കാൻ പറഞ്ഞത്. കാര്യം ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഇത് നിങ്ങൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നോൺ അക്വസ് തന്നാൽ നിങ്ങൾ എഴുതും. കാര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യം അറിയാം അല്ലേ. സോ ഇവിടെ സോഡിയം ബെൻസോയിറ്റ് ആണ്. നമ്മളിവിടെ ഓൾറെഡി നോൺ അക്വസിന് ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു, ആൽക്കലിമെട്രിക് ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കാര്യം അറിയാം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് പറഞ്ഞത് കേട്ടോ. സോ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം 0.1 നോർമൽ HClO4 ഉണ്ടാക്കണം. സോ ഗ്രാജുവലി 8.5 ml പെർക്ലോറൈഡ് 900 ml ഓഫ് ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ ഇളക്കുക. നമ്മൾ ലാബിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇനി 30 ml അസറ്റിക് അൺഹൈഡ്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, അതിനെ നമ്മൾ 1 ലിറ്റർ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുക ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡ് വെച്ചിട്ട്. പിന്നെ 24 മണിക്കൂർ ആ സൊല്യൂഷൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, 8.5 ml പെർക്ലോറൈഡ് ആസിഡ്, 900 ml ഓഫ് ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡ്, വിഗറസ് ഷേക്കിംഗ് 30 ml അസറ്റിക് അൺഹൈഡ്രേറ്റ്, പിന്നെ 1 ലിറ്റർ ആയിട്ട് ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡ് ആയിട്ട് എടുത്ത് വോളിയം മേക്കപ്പ് ചെയ്യുക 24 hours. ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഹൈഡ്രജൻ താലൈറ്റ് സൊല്യൂഷൻ. സോ 0.51 gram ഓഫ് പൊട്ടാസ്യം ഹൈഡ്രജൻ താലൈറ്റ് 100 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എന്ത് ചെയ്യുക, മേക്കപ്പ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി 25 ml ഗ്ലേഷ്യലാസ്റ്റിക് ആസിഡും ആഡ് ചെയ്ത് റിഫ്ലക്സ് കണ്ടെയ്നറിൽ അറ്റാച്ച് ചെയ്ത് സിലിക്ക ജെൽ ഡ്രൈയിങ് ട്യൂബിൽ വെക്കുക. അതിനുശേഷം പയ്യെ തണുപ്പിച്ചെടുക്കുക. സോൾട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവണം. അവിടെ നമുക്ക് സോൾട്ട് കിട്ടും. ആ സോൾട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആക്കുക. 0.1 നോർമൽ പെർക്ലോറിക് ആസിഡ് കൂൾ ചെയ്ത് ടൈട്രേറ്റ് ചെയ്യണം.
എന്താണ് അസറ്റിയസ് ക്രിസ്റ്റൽ വയലറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആഡ് ചെയ്യാം. 2 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. എൻഡ് പോയിന്റിൽ ബ്ലൂയിഷ് ഗ്രീൻ കളർ കിട്ടും. സോ ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. നിങ്ങൾ ഓൾറെഡി ലാബിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർമ്മ കിട്ടും, ചെയ്ത സംഭവങ്ങളെല്ലാം ഓർമ്മ കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ 0.1 നോർമൽ HClO4 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അത് 24 hours മുന്നേ ചെയ്യുക. ഇനി സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഹൈഡ്രജൻ തൈലൈറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ 0.51 ml എന്താണ് 1 gram ഓഫ് പൊട്ടാസ്യം ഹൈഡ്രജൻ താലയിട്ട് 100 ml കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുക. 25 ml ഓഫ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് റിഫ്ലക്സ് സെന്ററിൽ വെച്ചിട്ട് സിലിക്ക ജെൽ ഡ്രൈയിങ് ട്യൂബിലേക്ക് വെക്കുക. സോൾട്ട് കംപ്ലീറ്റ് ഡിസോൾവ് ആവണം. 0.1 നോർമൽ പെർക്ലോറിക് ആസിഡ്, പിന്നെ അസറ്റസ് ക്രിസ്റ്റൽ വയലറ്റ് ബ്ലൂ ടു ഗ്രീൻ കളർ. ഇതൊക്കെ എളുപ്പമാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്നുള്ളതേ ഉള്ളൂ. വായിച്ച് തന്നെ നോക്കുക. ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു പുകയൊക്കെ പോകുന്നുണ്ടാവും. സോ പ്രൊസീജിയർ ആണെങ്കിൽ 0.25 gram ഓഫ് സോഡിയം ബെൻസോയേറ്റ് ആക്യുറേറ്റ്ലി ഡിസോൾവ് ചെയ്യണം 20 ml ഓഫ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡിൽ. പിന്നെ 50 degree Celsius ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്യിപ്പിക്കുക. 0.1 നോർമൽ സ്റ്റാൻഡേർഡൈസ്ഡ് പെർക്ലോറേറ്റ് ആസിഡിലേക്ക് ടൈട്രേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ വയലറ്റ് ഇൻഡിക്കേറ്റർ, ബ്ലൂ ടു ബ്ലൂയിഷ് ഗ്രീൻ. സോ ഇത് പ്രൊസീജിയറെല്ലാം സെയിം ആണ്, ഇതും അതും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കുക. സോ ബേസിക്കലി വോളിയം ഓഫ് HClO4ഉം പിന്നെ ആക്ച്വൽ നോർമാലിറ്റി എടുക്കുക, പിന്നെ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദ സോഡിയം ബെൻസോയേറ്റ് ഇൻറ്റു 0.1 ആണ് നമ്മൾ ചെയ്യുക. ഇത് നമുക്ക് പേഴ്സൻറ്റേജ് നമുക്ക് അറിയാമല്ലോ. സോ പേഴ്സൻറ്റ് പ്യൂരിറ്റി നമുക്ക് ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ലാബിൽ നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്. ബേസിക്കലി പ്രിൻസിപ്പിളും പ്രിപ്പറേഷൻ ഓഫ് റീജിയനാണ് ആവശ്യമുള്ളത്. സോ കാൽക്കുലേഷൻ പാർട്ട് വിട്ടാലും കുഴപ്പമില്ല, റിസൾട്ട് ലാസ്റ്റ് ഇത്ര % പ്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ഇതും സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. നോൺ അക്വസ് ആണ്, ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ആണ്. സോ ഇവിടെ ഒനിയം അയോൺസ് ഫോം ചെയ്യണം. അതിനുശേഷമാണ് ഈ ഒനിയം അയോൺസ് ഫോം ചെയ്തതിന് ശേഷമാണ് എഫിഡ്രിൻ റിയാക്ട് ചെയ്യുന്നത്. സോ 0.1 നോർമൽ HClO4 ഉണ്ടാക്കുന്ന സെയിം as ബെൻസോയേറ്റ്. സോ പ്രൊസീജിയറിൽ മാത്രമാണ് വ്യത്യാസം വരിക. സോ പൊട്ടാസ്യം ഹൈഡ്രജൻ താലയിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ. ഇനി 0.5 gram ഓഫ് എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ആക്യുറേറ്റ്ലി വെയ് ചെയ്തിട്ട് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഡിസോൾവ് ചെയ്യുക. 2 gram ഓഫ് അസറ്റസ് ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുക. 0.1 നോർമൽ സ്റ്റാൻഡേർഡ് പെർക്ലോറിക് ആസിഡിലേക്ക് ടൈട്രേറ്റ് ചെയ്യുക. ബ്ലൂ ടു ബ്ലൂയിഷ് ഗ്രീൻ. പിന്നെ ബാക്കി എല്ലാം സെയിം, നമ്മൾ അവിടെ പഠിച്ച സെയിം. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ തന്നെ ബാക്കിയെല്ലാം കിട്ടിട്ടാ, ഭയങ്കര എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റത്തെ ഈ രണ്ടെണ്ണം നിങ്ങൾ ലാബിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ചെയ്തിട്ടുള്ളത് നിങ്ങൾ എളുപ്പമായിരിക്കും. നമ്മൾ അത് പഠിക്കുമല്ലോ, ഓൾറെഡി അറിയാം. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ ഓൾറെഡി നോൺ അക്വസിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോയെന്ന് പഠിക്കുക. ഡീറ്റെയിൽ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു വായിച്ചാൽ മാത്രം മതിയായിരിക്കും. ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. സോ നന്നായിട്ട് വായിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.